റഷ്യയുടെ തീരദേശ പ്രദേശങ്ങളെ, പ്രധാനമായും ആർട്ടിക് പ്രദേശത്തുള്ള ആയിരക്കണക്കിന് നീളമുള്ള കടൽ തീരത്തെ സംരക്ഷിക്കാൻ ബ്രഹ്മോസ് മിസൈലിന്റെ ഒരു പ്രീവിയസ് വേരിയന്റായ P-800 ഓണിക്സിനെ റഷ്യ കൂടുതലായും അവിടെ വിന്യസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തിടെ ജൂലൈ മാസം 23-ാം തീയതി മുതൽ 27-ാം തീയതി വരെ പലതരത്തിൽ ഈ കടൽ സംബന്ധിക്കുന്ന നാവൽ എക്സസൈസ് റഷ്യ അവിടെ ചെയ്ത് അവസാനിപ്പിച്ചു. ഇതിന് ജൂലൈ സ്റ്റോം എന്ന പേരും നൽകി. ഇത് സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ അമേരിക്കയുടെ 2 ചാരവിമാനങ്ങൾ കണ്ടെത്തി. ആ വിവരങ്ങൾ പ്രോസസ് ചെയ്തതിലൂടെ ഒരു പ്രധാനപ്പെട്ട വിവരവും അവർ വെളിപ്പെടുത്തി. റഷ്യ അവരുടെ ഈ തീരദേശ പ്രതിരോധത്തിന് മിനിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഡെപ്ലോയ് ചെയ്യുമെന്ന് പലരും ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല. മറ്റു പ്രദേശങ്ങൾ, റഷ്യയുടെ ഈ പസഫിക് ഫ്ലീറ്റിനും അപ്പുറം 10 മടങ്ങിൽ കൂടുതൽ മിസൈലുകൾ ഈ തീരദേശ പ്രതിരോധത്തിനായി മാത്രം റഷ്യ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതും P-800 ഓണിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള പല മിസൈൽ ലോഞ്ചേഴ്സ് ഇവിടെ വിന്യസിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു വിവരം പുറത്തുവിട്ടു. അപ്പോൾ റഷ്യയുടെ ഈ ഒരു എക്സസൈസ് എന്തിനു വേണ്ടി നടത്തി? ആർട്ടിക് സമുദ്രത്തിൽ റഷ്യയുടെ ആധിപത്യം സ്ഥാപിക്കാൻ ഈ ഒരു മിസൈൽസ് എത്രത്തോളം അവർക്ക് ഉപകരിക്കും, അതിനുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാം, എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട എക്സസൈസ് നടന്ന് അവസാനിച്ചു. അതാണ് ദ ജൂലൈ സ്റ്റോം എന്ന നാവൽ എക്സസൈസ്. ഇതിൽ റഷ്യയുടെ കരിങ്കടൽ മേഖലയിൽ നിന്നുള്ള കപ്പലുകൾ, ബാൾട്ടിക് കടൽ മേഖലയിലുള്ള കപ്പലുകൾ, ആർട്ടിക് സമുദ്ര പ്രദേശം ആ ഒരു ഫ്ലീറ്റിലുള്ള കപ്പലുകൾ, പ്രധാനമായും പസഫിക് നാവൽ ഫ്ലീറ്റിലെ കപ്പലുകൾ, ഇങ്ങനെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാവിക യുദ്ധാഭ്യാസമായി ഇത് മാറി. ഇതിന് കാരണമായി പറയുന്നത് 180-ലധികം യുദ്ധക്കപ്പലുകൾ, 150 ആക്റ്റീവായുള്ളത്, 100-ലധികം ഉപകരണങ്ങൾ, 30-ലധികം യുദ്ധവിമാനങ്ങൾ, ഇങ്ങനെ ഇത്ര വലിയൊരു എക്സസൈസ് ആണ് റഷ്യ എന്ന ഒറ്റ രാജ്യം ചെയ്തത്. അവരുടെ ഈ ഒരു ആഗോള ശക്തി അല്ലെങ്കിൽ ഒരു ആധിപത്യം നിലനിർത്താൻ ഈ കാര്യങ്ങളെല്ലാം വളരെ നോർമലായി പോവുകയായിരുന്നു. ജൂലൈ മാസം 23, 27 ഈ സമയങ്ങളിൽ ഈ യുദ്ധപരിശീലനം വലിയ വാർത്തകളായൊന്നും പുറത്ത് വന്നിട്ടേ ഇല്ലായിരുന്നു. നാറ്റോയുടെ പക്കൽ നിന്നും ഇങ്ങനെ ഒരു അറിയിപ്പ് വന്നതുവരെയും ആ ഒരു എക്സസൈസിനെ കുറിച്ച് ആരും അധികം സംസാരിച്ചില്ല. നാറ്റോയിലുള്ള 2 പ്രധാനപ്പെട്ട വിമാനങ്ങൾ, ഒന്ന് നോർവേയുടെ ഉടമസ്ഥതയിലുള്ള P-8 പോസൈഡൻ എയർക്രാഫ്റ്റും അമേരിക്കയുടെ US R-135 റാവറ്റ് ജോൺ ഇലക്ട്രോണിക് വാർഫെയർ എയർക്രാഫ്റ്റ്, ഇങ്ങനെ 2 പ്രധാനപ്പെട്ട ഈ എയർക്രാഫ്റ്റ് ആണ് ഡാറ്റാസ് ഇവിടെ റിവീൽ ചെയ്തത്. ഇത് രണ്ടും അമേരിക്കയുടെ കപ്പൽ സേനയ്ക്കും നാറ്റോയുടെ നോർത്ത് അറ്റ്ലാന്റിക് ഫ്ലീറ്റിനും വളരെ പ്രധാനപ്പെട്ട വിമാനങ്ങളാണ്. ഈ വിമാനങ്ങളുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ P-8 പോസൈഡനെ സംബന്ധിച്ചിടത്തോളം ആന്റി സബ്മറൈൻ വാർഫെയറിന് വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ അമേരിക്കയുടെ ഈ RC-130 വിമാനങ്ങൾ എന്നത് ഇലക്ട്രോണിക് ജാമിങ്ങിന് വേണ്ടിയും ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ ഓപ്പറേഷൻസിനും അതിന്റെ സിഗ്നൽസ് ക്യാപ്ചർ ചെയ്യുന്നതിനും ഈ ശത്രുക്കളുടെ റഡാർ ആക്ടിവിറ്റീസിനെ നിരീക്ഷിക്കുന്നതിനും വളരെ ക്യാപ്പബിളായ ഒരു വിമാനമാണ്. ഇങ്ങനെയുള്ള വിമാനങ്ങൾ നോർവേയുടെ എയർ സ്പേസിൽ പറക്കുമ്പോൾ, ആർട്ടിക്കിന്റെ ന്യൂട്രൽ വാട്ടറിന് മുകളിൽ പറക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടെത്തി. റഷ്യയുടെ റഡാർ സിഗ്നേച്ചേഴ്സ് എപ്പോഴും ഇല്ലാത്ത തരത്തിൽ വളരെ പാരലായി ഓവർലാപ്പ് ചെയ്യപ്പെട്ട് ആ പ്രദേശങ്ങൾ കാണപ്പെട്ടു. അതും റഷ്യയുടെ ലോങ് റേഞ്ച് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന റഡാർസിന്റെ വേവ്സ്, കൂടെ തന്നെ പ്രത്യേക ഒരു ഫ്രീക്വൻസിയിൽ വർക്കാകുന്ന ചില മിസൈൽ ബാറ്റർ, അതിന്റെ നിരീക്ഷണത്തിലുള്ള റഡാർ സിഗ്നേച്ചേഴ്സ്, ഇവയെല്ലാം ഈ വിമാനങ്ങൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ റഡാർ ഡീറ്റെയിൽസ് ഇവർ എടുത്തോ? റഷ്യയുടെ റഡാർസ് എവിടെയെല്ലാം ഉണ്ടെന്നുള്ളത് ഇവർ കണ്ടെത്തിയോ എന്ന് ചോദിച്ചാൽ, സാധാരണ ഇത് ജനറലായി എല്ലാ സിറ്റുവേഷൻസിലും നടക്കാറുള്ള ഒരു കാര്യമാണ്. ഒരു സർവൈലൻസ് എയർക്രാഫ്റ്റ് അകത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ കാണാത്ത തരംഗങ്ങളെ പോലും ആ ഒരു വിമാനങ്ങൾ പ്രോസസ്സ് ചെയ്യും. ഇത് ആരുടെ പക്കൽ നിന്നും വരുന്നു എന്നുള്ള ഡാറ്റ അവർക്ക് ലഭിക്കില്ല. ആ സിഗ്നൽസ് പ്രോസസ്സ് ചെയ്ത് അത് ഏത് ബാൻഡിലാണ് വരുന്നത്, അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക വേവ് ഫോമിൽ ഒരു റഡാർ വേവ്സ് അകത്തേക്ക് വന്നാൽ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ലോങ് റേഞ്ച് ഡിറ്റക്ഷൻ ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാർഗറ്റ് അക്യൂസേഷന് വേണ്ടിയാണോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ പ്രോസസ്സ് ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ എല്ലാം കണ്ടെത്തിയതിനു ശേഷം അവരുടെ പക്കൽ ഇതിന് മുൻപുള്ള ഡാറ്റാസുമായി അവർ മാച്ച് ചെയ്ത് നോക്കും. അതായത് റഷ്യയുടെ റഡാർ സിഗ്നേച്ചേഴ്സ് അവർക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റഷ്യയുടെ സിസ്റ്റത്തെക്കുറിച്ചുള്ള അനലൈസ് എല്ലാം അവരുടെ പക്കൽ ഉണ്ടാകുമല്ലോ, അതും ഇതും കമ്പയർ ചെയ്ത് നോക്കും. അപ്പോഴാണ് ഇതിന്റെ കംപ്ലീറ്റ് ഔട്ട്പുട്ട് ലഭിക്കുക. അപ്പോൾ ഈ സിഗ്നൽസ് പ്രോസസ്സ് ചെയ്തപ്പോൾ റഷ്യയുടെ മുർമാൻസ് റഡാറിന്റെ സിഗ്നേച്ചേഴ്സ് അവർക്ക് ലഭിച്ചതായി പറഞ്ഞു. മാത്രമല്ല 2 പ്രധാനപ്പെട്ട റഷ്യയുടെ കോസ്റ്റൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഇൻപുട്ടും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ മുർമാൻ സിസ്റ്റത്തെ സംബന്ധിച്ച് റഷ്യയുടെ പക്കലുള്ളതിൽ വളരെ ഹൈടെക് എക്യുപ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് റഡാർ സിഗ്നേച്ചേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നതിനും ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ ഓപ്പറേഷൻസിനും ഇത് ഉപയോഗിക്കും. ഇത് വളരെ വലിയ കാര്യം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം
നെബോ റഡാർ ഉൾപ്പെടെ പല റഡാർ സിഗ്നേച്ചേഴ്സിനെയും പുറത്തു നിന്നുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. എന്നാൽ അത് എവിടെ നിന്നും വരുന്നു എന്ന് കണ്ടെത്തുന്നതാണ് ഒരു വലിയ ടാസ്ക് ഉള്ള കാര്യം. ഇതിലവർ പറഞ്ഞിരിക്കുന്ന 2 പവർഫുൾ സിസ്റ്റംസ് ഏതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് K300P Bastion-P. ഇതിന്റെ കോഡ് നെയിം SSC-5 Stooge എന്നാണ്. മറ്റൊന്ന് 3K60BAL. ഇതിന്റെ കോഡ് നെയിം SSC-6 Senite എന്നാണ്. ഇത് രണ്ടും റഷ്യയുടെ ആർസണലുള്ള വളരെ ടോപ്പ് ഓഫ് ദ സിസ്റ്റമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ K300P ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ ബ്രഹ്മോസിന്റെ പ്രീവിയസ് വേർഷൻ P800 ആണ്. ഇതിൽ നിന്നും എടുത്തതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസ്. ഈ K300നെ സംബന്ധിച്ച് 2 P800 ഓണിക്സ് മിസൈലിനെ ഒരേ ടൈമിൽ ലോഞ്ച് ചെയ്യാൻ അതിന് സാധിക്കും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ പക്കലുള്ള ബ്രഹ്മോസ് വാർഹെഡ് വെയ്റ്റിനേക്കാൾ ഈ മിസൈൽസിന്റെ വാർഹെഡ് വെയിറ്റ് കൂടുതലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ മിസൈൽസിൽ 250 കിലോഗ്രാം വാർഹെഡ് മാത്രമേ വയ്ക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ മിസൈലിന്റെ റേഞ്ചിനനുസരിച്ച് കൂടുതൽ വാർഹെഡ് വയ്ക്കാൻ സാധിക്കും. കാരണം ഇതിന്റെ ഈ മാക്സിമം ടാർഗറ്റ് ട്രാക്കിംഗ് റേഞ്ച് എന്നത് 800 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ വാർഹെഡിന്റെ വെയിറ്റ് 350 മുതൽ 400 കിലോ വരെയും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ മിസൈലിന്റെ റേഞ്ച് 600 കിലോമീറ്റർ വരെ മാറ്റാൻ കഴിയും. പക്ഷെ ഇത്രത്തോളം ഹെവിയസ്റ്റ് വാർഹെഡ് കൊണ്ടുപോകുമ്പോൾ ഈ മിസൈൽ ഹിറ്റ് ചെയ്യുന്ന വേഗതയും കൂടുതലായിരിക്കും. സാധാരണ ഒരു ബോട്ടിൽ, ഒരു ഡെസ്ട്രോയറിൽ ഇടിച്ചാൽ ആ ഒരു മിസൈലിന്റെ ഇമ്പാക്ട് തന്നെ ആ കപ്പലിനെ നശിപ്പിക്കാൻ കഴിയുന്നതായിരിക്കും. കാരണം അത്ര വലിയ വാർഹെഡാണ്. 1/2 ടണ്ണോളം ഭാരമുള്ള ഒരു വാർഹെഡ് ഇത്രയും വേഗതയിൽ വന്ന് പതിക്കുമ്പോൾ എങ്ങനെയുള്ളൊരു ബോട്ടായാലും അത് തകരും. കൊളാപ്സ് ആയില്ലെങ്കിൽ പോലും ഒരു വലിയ ദ്വാരമെങ്കിലും ഉണ്ടാക്കും. ആ ഒരു കപ്പൽ മുങ്ങിപ്പോകാൻ ആവശ്യമായ ഒരു ദൂരമെങ്കിലും അവിടെ ക്രിയേറ്റ് ആകും. ഇത്തരം പവർഫുള്ളായ ഈ കോസ്റ്റൽ ഡിഫൻസ് ബാറ്ററീസിനെ 65 സ്ഥലങ്ങളിൽ കൂടുതലാണ് റഷ്യ വിന്യസിപ്പിച്ചിരിക്കുന്നത്. 65 ഒരു വലിയ കാര്യമാണോ? റഷ്യയുടെ ആർട്ടിക് കടലിനെ കുറിച്ചൊന്നും നമുക്കൊന്നും അറിയില്ലേ. ആർട്ടിക് കടൽ മേഖലയിൽ കൂടുതൽ അതിർത്തിയുള്ളൊരു രാജ്യം റഷ്യ. അപ്പോൾ പിന്നെ 65 ബാറ്ററി അല്ലേ അവിടെ വച്ചിട്ടുള്ളത്? വളരെ കുറവല്ലേ എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ മുഴുവൻ കടൽ അതിർത്തിക്കും ഈ ബാറ്ററീസ് വച്ചിട്ടില്ല ആർട്ടിക് കടൽ മേഖലയിൽ. പകരം ഈ ബാരൻസ് സീ ഉണ്ട്. കോള പെനിൻസുലയിൽ നിന്നും നോർവേ കടൽ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ചില കിലോമീറ്ററുകൾ പടർന്നു വിരിഞ്ഞൊരു പ്രദേശമാണത്. ആർട്ടിക് കടൽ മേഖലയിൽ നിന്നും ആർട്ടിക് കടൽ മേഖലയിലും യൂറോപ്യൻ കോണ്ടിനെന്റിൽ നിന്നുമുള്ള ഒരേയൊരു എൻട്രി പോയിന്റ് ഇതാണ്. വളരെ ക്രിട്ടിക്കൽ പോയിന്റ്. റഷ്യയുടെ കോള പെനിൻസുല എല്ലാം ഇതിന്റെ ഒരു ചോക്ക് പോയിന്റ് ആണ്. കോള പെനിൻസുലയിൽ നിന്നും ആ ഒരു ഭാഗത്തുള്ള കടൽ പ്രദേശം റഷ്യ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വശത്ത് ആരെ കൊണ്ടും ആക്സസ് ചെയ്യാൻ കഴിയില്ല. അത്തരമൊരു സ്ഥലത്ത് മാത്രം കോള പെനിൻസുല, അതിനു ചുറ്റുമുള്ള ആ ഒരു ബെയിനെ ചുറ്റി മാത്രം ഈ 60 ബാറ്ററിയിലധികം റഷ്യ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതും അവർക്കനുസരിച്ച് ഇൻപുട്ട് അനുസരിച്ച്. ഇത് പ്രാക്ടിക്കലി ഒരു വലിയ കാര്യം തന്നെയാണ്. ശരി, ഈ ബാറ്ററീസ് നിർത്തിവെച്ചിരിക്കുന്നത് കൊണ്ട് നാറ്റോയെ ഇവർക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും? നാറ്റോയുടെ അഗ്രഷൻ ഇവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നാറ്റോ സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ബ്രഹ്മോസ് മിസൈലിന് തന്നെ ഒരു കണക്കുണ്ട്. ഈ ബ്രഹ്മോസ് ആയിക്കൊള്ളട്ടെ, P800 ഓണിക്സ് ആയിക്കോട്ടെ, ഇതിന് മുൻപ് ഉക്രൈനിൽ ഫയർ ചെയ്തപ്പോൾ ഒരേ ഒരു മിസൈലിനെ പോലും ഉക്രൈനെ കൊണ്ട് വെടിവെച്ച് വീഴ്ത്താൻ സാധിച്ചിട്ടില്ല. നാറ്റോ സ്റ്റാൻഡേർഡുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ കപ്പലുകളിലെ ഡിഫൻസ് സിസ്റ്റം എല്ലാം എടുത്ത് നോക്കിയാൽ പോലും 3 മിസൈൽ ഒരു കപ്പലിന് നേരെ നിങ്ങൾ ഫയർ ചെയ്താൽ ആ കപ്പലിനെ പിന്നെ ദൈവം വിചാരിച്ചാൽ പോലും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അത്രത്തോളം അതിന്റെ കിൽ റേഷ്യോ ഉണ്ട്. ഇത്തരം സിസ്റ്റംസിൽ ഒരു ബാറ്ററി ലോഞ്ച് ആയതിനു ശേഷം അടുത്ത 15 മിനിറ്റിൽ അടുത്തത് റീലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. 600 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഫുൾ റേഞ്ച് 600 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഇതിന്റെ ഫുൾ റേഞ്ച് 800 കിലോമീറ്റർ പോലും നമുക്ക് വേണ്ട. 600 വേണ്ട, 450 മുതൽ 500 കിലോമീറ്റർ റേഞ്ച് ഉള്ളപ്പോൾ തന്നെ കപ്പൽ സേനയിലുള്ളൊരു കപ്പൽ അകത്തേക്ക് വന്നാൽ, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കരിയർ അകത്തേക്ക് വന്നാൽ, അതിനെ ഓപ്പറേഷണൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ ഇവയെ കൊണ്ട് സാധിക്കും. എയർക്രാഫ്റ്റ് കാരിയറിനെ അത്ര പെട്ടെന്ന് ഓപ്പറേഷണൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി സാധാരണ ഒരു ഡെസ്ട്രോയർ അകത്തേക്ക് വന്നാൽ, അല്ലെങ്കിൽ ക്രൂയിസർ അകത്തേക്ക് വന്നാൽ, അതിനെ ഡെപ്ലോയ് ചെയ്യാൻ കഴിയാത്തൊരു സ്റ്റേറ്റിലേക്ക് അവ എത്തിക്കാൻ സാധിക്കും ഈ മിസൈലിനെ കൊണ്ട്. അപ്പോൾ 400 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഏരിയൽ ഡിനയൽ സോൺ ഈ ഒരു മിസൈൽ ബാറ്ററിയെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത് 3K60. ഇതും ക്യാപ്പബിളായ ഒന്നാണ്. ഇത് KH-35 ആന്റി റേഡിയേഷൻ മിസൈലായി ഇതിനെ ഉപയോഗിക്കാം. എയർ ടു സർഫസ് മിസൈലായും ഉപയോഗിക്കാം. സർഫസ് ടു സർഫസ് മിസൈലായി യൂസ് ചെയ്യാം. ആന്റി ഷിപ്പ് മിസൈലായും ഇതിനെ യൂസ് ചെയ്യാം. ഇതിനെ ലാൻഡ് അറ്റാക്കിന് വേണ്ടി മോഡിഫൈ ചെയ്തിട്ട് കപ്പലുകൾക്കെതിരെയുള്ള മിസൈലായും ഇതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്രത്തോളം പവർഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഇത് ക്യാപ്പബിളായ സിസ്റ്റം ആണ്. പക്ഷേ ഈ P800 ഓണിക്സിന് ഒരു സപ്പോർട്ടിംഗ് റോളിലാണ് ഇതിനെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇത്രത്തോളം കൂടുതൽ നെറ്റ്വർക്ക്സ് അവരവിടെ വിന്യസിപ്പിച്ചിരിക്കുന്ന കാര്യം ഇതുവരെയും റഷ്യ ഏതൊരു സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞിട്ടില്ല.
എന്നാൽ നാറ്റോ ഇതിപ്പോൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ആർട്ടിക് സോൺ റഷ്യ ഇപ്പം തന്നെ ഒരുപാട് മിലിറ്ററൈസ്ഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ആർട്ടിക് കടൽ പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു എൻട്രി പോയിന്റ് അത് റഷ്യ ബ്ലോക്ക് ചെയ്താൽ ആ വശത്ത് അലാസ്കയിൽ നിന്ന് മാത്രമേ അവരെ കൊണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കൂ. ഗ്രീൻലാൻഡ് ഒന്നും ഇവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഗ്രീൻലാൻഡിന് അപ്പുറത്തുള്ള എല്ലാ കടൽ മേഖലയിലും ചില സമയങ്ങളിൽ മാത്രമേ റൂട്ട് ഓപ്പൺ ആയിരിക്കൂ. മറ്റു സമയങ്ങളിലൊക്കെ അവിടെ ഐസ് കൊണ്ട് ഫ്രീസ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഐസ് ബ്രേക്ക് ചെയ്യുന്നതിനുള്ള ഐസ് ബ്രേക്കേഴ്സ് ഒന്നും അവിടെ പക്കലില്ല. അപ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ചോക്ക് പോയിന്റിലാണ് അത്രയും പവർഫുൾ ആയ മിസൈൽസ് റഷ്യ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. ഇതിനുശേഷം നാറ്റോ പറഞ്ഞൊരു കാര്യം, ഈ ആർട്ടിക് കടൽ മേഖലയെ കുറിച്ചുള്ള ഒരുപാട് സെക്യൂരിറ്റി അഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ട്. ഈ പീസ്ഫുൾ പർപ്പസിന് വേണ്ടി എങ്ങനെ അത് യൂസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് അഗ്രിമെന്റ്സ് ഉണ്ട്. അതെല്ലാം റഷ്യ ഇപ്പോൾ ലംഘിച്ചു എന്നാണ് പറഞ്ഞത്. ഇതിനെ ഒരു പ്രതികരണമായി റഷ്യ പറഞ്ഞത് ഒന്നാണ്. നോർവേയുമായി റഷ്യക്ക് ഒരു കരാറുണ്ട്, 2001 ഒപ്പുവെച്ച കരാർ. ആ കരാറിന്റെ ഒരു ഉദ്ദേശം ഈ കോല പെനിൻസുല, ഈ പെനിൻസുലയുടെ കടൽക്കരയോട് ചേർന്നുള്ള പ്രദേശം, അതിന്റെ എയർ സ്പേസ്, ഇവിടെ ഭാവിയിൽ അവരുടെ അലൈസിന്റെ എയർക്രാഫ്റ്റോ അവരുടെ മിലിറ്ററി വാർഷിപ്സ് എന്തെങ്കിലും എൻറ്റർ ആകുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എഗ്രിമെന്റിൽ പറയുന്നത്. എന്നാൽ എപ്പോഴാണോ അവർ നാറ്റോയിൽ ചേർന്നത്, റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത്, അതിനുശേഷം നാറ്റോ എയർക്രാഫ്റ്റ്സ് എല്ലാം ആ ഒരു എയർ സ്പേസും ആ സീ വാട്ടേഴ്സ് എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ വയലേഷൻ നിങ്ങൾ ചെയ്തിട്ട് തെറ്റ് ഞങ്ങളിൽ ഇടരുത്. ഞങ്ങളുടെ പവേഴ്സ് മാത്രമാണ് ചെക്ക് ചെയ്തത്. നിങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവന്നൊന്നും ഞങ്ങളുടെ മിസൈൽസ് നിർത്തിയിട്ടില്ല. ഞങ്ങളുടെ അതിർത്തിയിൽ മാത്രമാണ് ഞങ്ങൾ നിർത്തിയത്. ഇതൊരിക്കലും ഇന്റർനാഷണൽ റൂൾസ് ബ്രേക്ക് ചെയ്തതുപോലെ ആകില്ല. ഇതായിരുന്നു റഷ്യ നൽകിയ മറുപടി. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ബ്രഹ്മോസിന്റെ പ്രീവിയസ് വേരിയന്റ് ആയിട്ടുള്ള ഈ P800 ഓണിക്സ് എന്നത് വളരെ ക്യാപ്പബിളായ സിസ്റ്റം തന്നെയാണ്. ഇന്നുള്ള അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ടൊന്നും അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഡൗട്ടാണ്. അത്തരം ഒരു മിസൈൽ സംവിധാനം 60 യൂണിറ്റ്സിലധികം റഷ്യ അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇത് നാറ്റോയുടെ ആരോപണമാണ്. ഒരു വശത്ത് നോക്കിയാൽ റഷ്യയുടെ പക്കൽ വെപ്പൺസേ ഇല്ല എന്നവർ പറയുന്നുണ്ട്, മറുവശത്ത് നോക്കിയാൽ അവർ ഇത്രയേറെ യൂണിറ്റ്സ് അവിടെ വിന്യസിപ്പിക്കുന്നു എന്നും പറഞ്ഞതും നാറ്റോ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.